എൻ്റെ പ്രിയരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യേശുക്രിസ്തുവിൽ പച്ച കുത്താമോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധ ബൈബിളിൽ നമുക്ക് ദർശിക്കാനായിട്ട് പറ്റുന്നത്. കാരണം യേശുക്രിസ്തുവിനുള്ളൊരു കൃത്യമായ വിശുദ്ധിയും വിവേകവും ജ്ഞാനവും കാത്തു സൂക്ഷിക്കണം എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നത് ഒരു പീഡാനുഭവപരമായ വേദനകളായിരിക്കും. അത് ലേവ്യ പുസ്തകം 19:28 പറയുന്നത്, മരിച്ചവർക്ക് വേണ്ടി നിങ്ങളുടെ ദേഹത്ത് മുറിവുണ്ടാക്കരുത്, പച്ച കുത്തരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. അത് ഒരു പഴയ നിയമത്തിലെ പശ്ചാത്തലമാണിത്. ഈ നിയമം ഇസ്രായേൽ ജനതയ്ക്ക് മോശയുടെ നിയമത്തിലൂടെയാണിത് നൽകപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം, അതായത് ഒറ്റ കാര്യമുള്ളൂ, ഈ വിജാതീയ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അവരിൽ നിന്നും പകർന്നാടിയിട്ടുള്ള തിന്മകളും വിശുദ്ധ ജനമായി മാറ്റി നിർത്തപ്പെട്ട ഇസ്രായേൽ ജനത തൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഉപയോഗിക്കരുത്, എടുക്കരുത് എന്നത് തന്നെയാണ്. അതായത് അവരിൽ നിന്ന് നമ്മളെ കൃത്യമായി വേർതിരിച്ച് നിർത്തുക എന്ന് തന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിൽ പോലും പച്ച കുത്തി കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് ബ്ലഡ് കൊടുക്കാൻ പാടില്ലെന്ന്. അതായത് പുരാതന കാനാൻ ദേശക്കാരും മറ്റു സമൂഹങ്ങളും തങ്ങളുടെ മരിച്ചുപോയ ദൈവങ്ങളെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു മുറിവുണ്ടാക്കി ആ മുറിവിൻ്റെ അകത്ത് പച്ച മഷി ചേർത്ത് പിടിപ്പിച്ച ശേഷം അത് എല്ലാ കാലവും അത് സൂക്ഷിക്കുമായിരുന്നു. എന്നാണ് ഈ ടാറ്റു ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇതിങ്ങനെ വന്നത്. എന്നാൽ പഴയ കാലത്ത് മുറിവുണ്ടാക്കിയിട്ടായിരുന്നു. അതിൻ്റെ നൂതന രൂപമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇത് ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ നിന്നും പുറത്തു വന്ന ഇസ്രായേൽ ജനം, നമ്മളത് പറഞ്ഞു അല്ലേ, ഈ അവർ തന്നെയാണ് ഇത് ചെയ്തത് അല്ലേ. അവരിൽ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു പൈശാചികമായ ഒരു രീതി തന്നെയായിരുന്നത്, ഒരു അനുഷ്ഠാന കലകളായിരുന്നു അതെല്ലാം. അപ്പോൾ ഇത് ഒരു കാലത്ത് ഇത് പാടില്ല എന്ന് കൃത്യമായിട്ട് കർത്താവ് പറയാണ്. അതായത് ലേവ്യ പുസ്തകം 19:28 പച്ചകുത്തരുത് എന്ന ഭാഗം ഒരു സാർവത്രിക വിലക്കായി കണക്കാക്കുന്നുണ്ട്. ശരീരത്തിൽ ദൈവികമല്ലാത്ത ഒരടയാളവും രേഖപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് ഉറപ്പിച്ചാണ് പരിശുദ്ധ ബൈബിൾ പറയുന്നത്. അതായത് പിന്നെ പുതിയ നിയമത്തിലെ കൊരിന്ത്യർ 6:19-20 ശരീരത്തിൻ്റെ പരിശുദ്ധിയെയും മാറ്റമില്ലാത്ത അവസ്ഥയെ നിലനിർത്തണമെന്ന് ഈ വചനം കൃത്യമായും പഠിപ്പിക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അത് പവിത്രമായി നമുക്ക് സൂക്ഷിക്കാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നന്ദി. ഷെയർ ചെയ്യണേ.